ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ സമവായത്തിലെത്തണമെന്ന് സുപ്രീംകോടതി. സമവായമായില്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ജസ്റ്റിസുമാരായ ജെ.ബി. പർഡിവാല, ടി.ബി. വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കാനാണ് ഗവർണറുടെ ശുപാർശയെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതി അറിയിച്ചു. സുപ്രീംകോടതി രൂപീകരിച്ച 2 സെർച്ച് പാനലുകളിലും സിസ തോമസിന്റെയും പ്രിയചന്ദ്രന്റെയും പേരുകൾ ഉള്ളതിനാലാണ് ഗവർണർ ഇവരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നതെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. എന്നാൽ ഡോക്ടർ സിസ തോമസിന്റെ പേര് ശുപാർശ ചെയ്യാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വ്യക്തമാക്കി. തുടർന്നാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചർച്ച നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ ആർ. വെങ്കട്ടരമണി, അഭിഭാഷകൻ വെങ്കിട്ട സുബ്രഹ്മണ്യം എന്നിവർ ഹാജരായി. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി.കെ. ശശി എന്നിവർ ഹാജരായി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിയമിക്കാനാണ് ഗവർണർ നൽകിയിരിക്കുന്ന ശുപാർശ. എന്നാൽ ഈ ശുപാർശ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സിസയ്ക്കെതിരെ 1 ഡസൻ ആരോപണങ്ങളാണ് സർക്കാരിനുള്ളത്. മോഷണ കുറ്റം വരെ അതിലുണ്ട്. തർക്കം സുപ്രീംകോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ അവ കോടതിയിൽ ശക്തമായി ഉന്നയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാൻസലർക്ക് കൈമാറിയ മുൻഗണനാ പാനലിൽ 1-ാം സ്ഥാനത്ത് ഡോക്ടർ സജി ഗോപിനാഥാണ്. 2-ാം സ്ഥാനത്തുള്ളത് രാജശ്രീ എം.എസ്. എന്നാൽ ഈ 2 പേരുകളെയും ഗവർണർ ശക്തമായി എതിർക്കുകയാണ്. സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ കണക്കുകൾ CAG ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ലെന്നാണ് സജി ഗോപിനാഥിനെതിരായ ഗവർണറുടെ പരാതി. സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ കണക്കുകൾ CAG ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ലെന്നാണ് സജി ഗോപിനാഥിനെതിരായ ഗവർണറുടെ പരാതി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കു വേണ്ടി അനധികൃത അദാലത്ത് നടത്തി തോറ്റ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച വ്യക്തിയാണ് രാജശ്രീ എന്നാണ് ഗവർണറുടെ ആരോപണം. 2 പേരും സർക്കാരുമായും CPM-ഉമായും അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ ശുപാർശ ചെയ്ത പേര് ഡോക്ടർ പ്രിയ ചന്ദ്രന്റേതാണ്. ഡോക്ടർ സിസ തോമസിനോടുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാരിന് പ്രിയ ചന്ദ്രനോടില്ല. എന്നാൽ മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയ മുൻഗണനാ പട്ടികയിൽ 4-ാം സ്ഥാനത്ത് മാത്രമാണ് പ്രിയ ചന്ദ്രന്റെ പേരുള്ളത്. ഡോക്ടർ സജി ഗോപിനാഥാണ് 1-ാമത്. ഡോക്ടർ രാജശ്രീ എം.എസ്., ഡോക്ടർ ജിൻ ജോസ് എന്നിവരാണ് മുൻഗണനാ പട്ടികയിൽ പ്രിയ ചന്ദ്രന് മുകളിലുള്ളത്. സാങ്കേതിക സർവകലാശാലയിൽ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഡിജിറ്റൽ സർവകലാശാലയിൽ പ്രിയ ചന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിക്കുന്നതിനെ സർക്കാർ എതിർത്തേക്കില്ല എന്നാണ് സൂചന. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രി കൈമാറിയ മുൻഗണനാ പട്ടികയിൽ ഡോക്ടർ സി. സതീഷ് കുമാറാണ് 1-ാമൻ. സജി ഗോപിനാഥ്, രാജശ്രീ എം.എസ്. എന്നിവരോടുള്ള എതിർപ്പ് ഗവർണർക്ക് സതീഷ് കുമാറിനോടില്ല. ഡിജിറ്റൽ സർവകലാശാലയിൽ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച ചെയ്താൽ സതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഗവർണറും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്നാണ് സൂചന.